മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ ഈ കുളമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടതായിരുന്നു കേട്ടോ. പക്ഷേ ഇതാ ഇപ്പോൾ വീണ്ടും ഇലയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. പക്ഷേ മീൻകുട്ടന്മാരൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു നാരങ്ങമരമുണ്ട്. ഇന്നുള്ള ഇലകളും അതിലേക്ക് നന്നായിട്ട് വീഴും. പിന്നെ ഇതാ നമ്മുടെ റിലേറ്റീവ്സ് കുറച്ച് പേര് വന്നിട്ടുണ്ട് ഇടുക്കിയിൽ നിന്ന്. അപ്പോൾ അവരിത് ഏലത്തൈയൊക്കെ നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൈയല്ല, അവർ ആ ഏലത്തിനെയൊക്കെ സെപ്പറേറ്റ് ആക്കി നട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഏലം നടുന്നത്. ഇത് ഒരുപാട് താഴ്ത്തി കുഴിച്ചിടൊന്നുമില്ല. ഇതിങ്ങനെ മേൽമണ്ണിലാണ് അവർ നട്ടുകൊണ്ടിരുന്നത്. നാട്ടിൽ ഇവർക്ക് ഏലകൃഷിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം, എങ്ങനെ ചെയ്യണം, എന്ത് നടണം എന്നൊക്കെ നന്നായിട്ട് അറിയാം. എന്നാലും ചേട്ടായി പറയുന്നുണ്ട്, ഇതിങ്ങനെയൊന്നും അല്ല, ഇതൊക്കെ വെറും സാമ്പിൾ മാത്രമാണ്, നീ ഇതൊന്നും കുറച്ച് വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിതൊക്കെ എന്തോ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഞാനെല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരെല്ലാം ഇപ്പോൾ എന്തിനാണ് വന്നതെന്നല്ലേ, നമുക്കിവിടെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് കൂടിയിട്ടാണ് ഇവർ നേരത്തെ തന്നെ ഇടുക്കിയിൽ നിന്ന് നമ്മളെ വയനാട് വരെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ വന്നിട്ട് ഇത് വെറുതെ ഇരിക്കുന്നൊന്നും ഇല്ല, ഇതേ പണി എടുത്തുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് അച്ചായി 2 ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വലുപ്പമുള്ള ചക്കയായിരുന്നു. അത് ഏകദേശം പഴുക്കാനായിട്ടുണ്ട്. ഒന്ന് ഇട്ടത് നല്ല പഴുത്തായിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറിച്ചതാണ്. എനിക്ക് ചക്കയോട് അത്ര താല്പര്യമൊന്നുമില്ല, പക്ഷേ എന്നാലും കഴിക്കും എന്നുള്ള ടൈപ്പാണ് കേട്ടോ. അടുത്ത് ഇനി എങ്ങോട്ടാണ് ഇറങ്ങി പോകുന്നതെന്നല്ലേ, നമുക്കിനി വയൽ വരെ ഒന്ന് പോകാനുണ്ട്. അവിടെ ഇനി നെല്ല് മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വയൽ കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് നെല്ല് പാവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനല്ല കേട്ടോ പോകുന്നത്, ഞാൻ അച്ചായിയുടെ പിന്നാലെ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ചായി മുന്നിൽ പോയിട്ടുണ്ട്, നെല്ലൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ ഷൂ ആണ് ഞാൻ ഈ കാലിലിട്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ ഷൂ എനിക്ക് കുറച്ച് വലുതാട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഈ തപ്പി നടക്കുന്നത്. ഇതിപ്പോൾ എന്തിനായിട്ടെന്ന് വെച്ചാൽ കാലിൽ ചെളി പിടിക്കരുത്, അതുപോലെ അട്ടയും പിടിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിട്ട് പോയത്. എനിക്കാണെങ്കിൽ അട്ടേനെ ഇഷ്ടമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അച്ചായി ഇതേ പണി തുടങ്ങിയിട്ടുണ്ട്. കണ്ട ആദ്യം തന്നെ അച്ചായി അത് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്കാണ് നെല്ലിടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുളപ്പിച്ച് വെച്ചിട്ടുള്ള ആ നെല്ലാണ് അച്ചായി ഇതായി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുകയാണെന്ന് ചോദിച്ചാൽ അതെ, ആദ്യമായിട്ട് കാണുന്നതാണ്. നമ്മൾ വയലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യുന്നതൊന്നും എനിക്കറിയില്ല കേട്ടോ. എങ്ങനെയാണ് ഇടുന്ന സംഭവം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ ഈ നെല്ലൊക്കെ മുളച്ച് ഞാറായിട്ട് വരുമ്പോൾ ഈ ഞാറൊക്കെ പറിച്ച് എല്ലാ കണ്ടത്തിലും നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം അങ്ങനെ അല്ല, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു കേട്ടോ, എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെ കണ്ടത്തിന് ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സൈഡിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ ഞാൻ നോക്കിയത് കേട്ടോ. കുറേ പേരയ്ക്കമരം ഉണ്ടായിരുന്നു. എല്ലാത്തിലും പേരയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒന്നും മൂക്കാനായിട്ടില്ല. പിന്നെ കുറച്ചായതൊക്കെ കിളിയൊക്കെ കൊത്തി താഴേക്ക് വീണ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. റോസ് കളറും ഉണ്ട്, അതുപോലെ വെളുത്ത കളറും ഉണ്ട് കേട്ടോ. അകത്ത് റോസ് കളർ വരുന്ന പേരയ്ക്ക ഒരെണ്ണം പറിച്ച് ഞാൻ കടിച്ചു നോക്കി. പക്ഷെ അതിന് പുളിയായിരുന്നു കേട്ടോ, വലിയ ടേസ്റ്റൊന്നും ഇല്ല. അപ്പോൾ ഞാൻ അടുത്ത തോട്ടിലേക്ക് ഇറങ്ങി. പിന്നെ സൈഡിലായിട്ട് മുളയും അതുപോലെ നമ്മളെ അവക്കാഡോൻ്റെ മരം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെയൊക്കെ നോക്കി, തോട്ടിലെ മീനിനെയൊക്കെ നോക്കി നടക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ ശ്രദ്ധ. അച്ചായി നെല്ല് ഇടുന്നതിലൊന്നും അല്ലായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്കൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ എന്താണെന്നുള്ള അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഓക്കെ, ബൈ.